അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി. ആ പോസ്റ്റ് എന്ന് പറയുന്നത് മൈക്കിൾ സാവേജ് എന്ന് പറയുന്ന ഒരു വലതുപക്ഷ റേഡിയോ അവതാരകൻ എഴുതിയിട്ട ഒരു വലിയ 4-5 പേജുള്ള ഒരു വലിയ ലേഖനമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് അയാൾ ചില വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് അയാൾ വിമർശിച്ചത് ഈ അമേരിക്കയിലേക്ക് എത്തുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയാണ്. അതായത് ജന്മാവകാശ പൗരത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് 7-ാം മാസവും 8-ാം മാസവും 9-ാം മാസവും ഒക്കെ പലരും അമേരിക്കയിലേക്ക് വരികയും അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിനുള്ളൊരു തയ്യാറെടുപ്പെടുത്ത് അമേരിക്കയിൽ വന്ന് അവിടെ കുട്ടികൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് ആ കുട്ടികൾ ജനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടുകയാണ്. ഈ കുട്ടികളിലൂടെ അവിടെ കുടിയേറ്റം ഉണ്ടാവുന്നുവെന്നും ഇത് അമേരിക്കയെ നശിപ്പിക്കുന്നുവെന്നുമൊക്കെയാണ് ഈ ഒരു വ്യക്തി, ഈ മൈക്കിൾ സാവേജ് എന്ന് പറയുന്ന ആള് ആ ലേഖനത്തിൽ പറയുന്നത്. അതായത് ഒരു കുട്ടി അമേരിക്കയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൗരത്വം കിട്ടുന്നു, ആ കുട്ടിയെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ പാരൻസ് അവിടെ തുടരുന്നു, പിന്നീട് അവരും പൗരത്വം നേടിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാരൻസ് അതായത് കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിനെ അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ അമേരിക്കയിലെ സംസ്കാരത്തെയും അവിടുത്തെ ഡെമോഗ്രഫിയെയും ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും മറ്റു പല നരകതുല്യമായ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നു. ഹെൽ ഹാളിൽ നിന്ന് എന്നുള്ള വാചകമാണ് ഉപയോഗിച്ചത്. വരുന്നു എന്നാണ് ഈ മൈക്കിൾ സാവേജ് അയാളുടെ ആ ഒരു ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല ലാപ്ടോപ്പും കൊണ്ടുവന്ന് അമേരിക്ക കീഴടക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പദവികളെല്ലാം ഏഷ്യക്കാരും വിശേഷിച്ച് ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ തട്ടിയെടുക്കുന്നു, അവർ അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു വിശദമായ ഒരു പോസ്റ്റാണ് ട്രംപ് ഷെയർ ചെയ്തത്. ട്രംപ് ഇത് ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അമേരിക്കയിൽ കുടിയേറ്റം നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ അവിടുത്തെ സായിപ്പന്മാരെന്ന് പറയുന്നത് 300 വർഷം മുമ്പ് അല്ലെങ്കിൽ 400 വർഷം മുമ്പ് അവിടെ കുടിയേറുകയും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് റെഡ് ഇന്ത്യൻസിനെ കൊന്നുകൊണ്ട് അവിടെ അധിനിവേശം നടത്തി അധികാരം സ്ഥാപിച്ചവരുമാണ്. പക്ഷെ ഇന്നിപ്പോൾ യൂറോപ്യൻ വംശജരായിട്ടുള്ള സായിപ്പന്മാരാണ് കൂടുതലും അമേരിക്കയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മേധാവിത്വം നിലനിർത്തി അവിടെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് ഇന്ത്യക്കാരും ചൈനക്കാരും പിന്നെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരും കുടിയേറുന്നു. അപ്പൊ ഈ കുടിയേറ്റം കൂടുതലായിട്ട് വന്നപ്പോൾ അവർക്ക് തന്നെ അമേരിക്കക്കാർക്ക് തന്നെ തോന്നി തുടങ്ങി നമ്മുടെ രാജ്യം അവിടെ ഉണ്ടായിരുന്ന നിലവിലെ കൾച്ചർ മാറുകയാണ്. ഏഷ്യൻസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഡെമോഗ്രഫി അവിടെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് കുറെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള അമേരിക്കക്കാര് സായിപ്പന്മാര് കാണുന്നുണ്ട്. ഒരു വലിയ വിഭാഗം പേരുടെ തലയിൽ ഇപ്പോഴും വർണ്ണവെറിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏഷ്യൻസിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അതിനൊക്കെ അപ്പുറം അവരുടെ പ്രധാനപ്പെട്ട തൊഴിലിടങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട വലിയ പദവികളിൽ ഇരിക്കുന്നത് ഇന്ത്യക്കാരാണ്, ഇന്ത്യ വംശജരാണ്. ഉദാഹരണത്തിന് ഇപ്പൊ അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ അടക്കം തലപ്പത്ത് ഇന്ത്യൻ വംശജരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ കുടിയേറ്റം അമേരിക്കക്കാരായിട്ടുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ വലതുപക്ഷ വിഭാഗമായിട്ടുള്ള ഒരു വിഭാഗത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർ നിരന്തരം ഇത്തരം ലേഖനങ്ങൾ എഴുതുകയും പ്രസിഡന്റ് ട്രംപ് ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അയാളുടെ അനുഭാവികളുടെ ലേഖനങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളുടെ ലിങ്കോ ഒക്കെ എടുത്ത് ഷെയർ ചെയ്യുകയോ പതിവാണ്. ഇത് നേരിട്ട് ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെയോ എന്തെങ്കിലും ഒന്ന് പറയുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ചൈനയിലെയോ ഇന്ത്യയിലെയോ മറ്റേതെങ്കിലും നരകതുല്യമായ സ്ഥലങ്ങളിലെയോ മനുഷ്യർ എന്നുള്ള തലത്തിലാണ് പറയുന്നത്. അതിനകത്ത് ഇന്ത്യയും ചൈനയും നരകതുല്യമാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഈ മറ്റേതെങ്കിലും നരകതുല്യം എന്ന് പറയുന്നതിൽ ചിലപ്പോൾ പാകിസ്ഥാൻ പെടാം, ബംഗ്ലാദേശ് പെടാം, സിറിയ പെടാം, ഇറാഖ് പെടാം. അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട് പല രൂപത്തിൽ. അപ്പൊ ഇവിടെ ഇന്ത്യയും ചൈനയും നരകമാണെന്ന് പറയണമെങ്കിൽ ഇങ്ങനെയും പറയാം, നരകതുല്യമായ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയും ചൈനയും മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കുടിയേറ്റം എന്ന് പറയാം. ഇവിടെ അയാളുടെ പോസ്റ്റിൽ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും നരകതുല്യമായ മറ്റിടങ്ങളിൽ നിന്നും എന്നാണ്. നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം, ഇന്ത്യയും ചൈനയും അമേരിക്കയും തീവ്രവാദ രാഷ്ട്രമായ പാകിസ്ഥാനും ലോകത്തെ 10 സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്നൊരു ഡയലോഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഇന്ത്യയും ചൈനയും അമേരിക്കയും പാകിസ്ഥാനും എല്ലാം തീവ്രവാദ രാഷ്ട്രമാണെന്നില്ല. ഇന്ത്യയും ചൈനയും അമേരിക്കയും തീവ്രവാദ രാഷ്ട്രമായ പാകിസ്ഥാനും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിനെ വളച്ചൊടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തീവ്രവാദ രാഷ്ട്രമാണെന്ന് ഉദ്ദേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇവിടെ ഇന്ത്യയും ചൈനയും പിന്നെ നരകതുല്യമായ മറ്റിടങ്ങളിൽ നിന്നും എന്നായിരിക്കണം അയാൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ ഈ ഒരു സംഭവം വന്ന ഉടനെ ട്രംപ് അയാൾ 100 കണക്കിന് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഏതോ വലതുപക്ഷക്കാരനായിട്ടുള്ള ആളോ എടുത്ത് ഷെയർ ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. അതായത് ഇന്ത്യ പ്രതികരിച്ചില്ല, ഇന്ത്യ വൈകിപ്പിക്കുന്നു, ഇന്ത്യ എന്ത് മിണ്ടാത്തത്, ഇന്ത്യക്ക് അമേരിക്ക പേടിയാണോ? ആലോചിച്ച് നോക്കണം.
നമ്മളേത് ഒരു ജനാധിപത്യ രാജ്യം മാത്രമല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള നയതന്ത്ര തലത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളിവിടെ എന്തെങ്കിലും ഒരു വിഷയം ഗവൺമെന്റിന്റെ മുന്നിൽ വന്നാൽ ഉടനെ തന്നെ കാള പെറ്റെന്ന് കേൾക്കുന്നതിന് മുന്നേ അങ്ങോട്ട് കയറെടുത്ത് ഓടണമെന്നാണ് തലയ്ക്ക് സാമാന്യ ബോധം പോലും ഇല്ലാത്ത പല മനുഷ്യരും ഈ രാജ്യത്തിരുന്ന് കൊണ്ട് കുരയ്ക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. ഒരു അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ വഷളാക്കണം, ഇന്ത്യ അമേരിക്ക ബന്ധം തകരണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാരും മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് രാവിലെ മലയാളത്തിലെ ഒരു മാധ്യമത്തിലെ ഒരു അവതാരക വന്നിരുന്ന് ഞെളിഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ട്രംപിന്റെ അധിക്ഷേപ പരാമർശത്തിൽ അപലപിച്ച് ഇന്ത്യ. ട്രംപിന്റെ പ്രസ്താവന അനുചിതവും മര്യാദാ ലംഘനവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. എന്നിട്ട് അവർ പറയാണ്, കുറച്ചും കൂടെ നേരത്തെ ഇന്ത്യക്ക് ഇത് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു, അന്നേരം പ്രതികരിച്ചില്ല, കുറച്ച് വൈകിയാണെങ്കിലും ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നുവെന്ന്. ഇവിടെ ഇവർക്കൊക്കെ ഒരു മര്യാദ വേണ്ടി. എന്താണ് ഇവരുടെയൊക്കെ യോഗ്യത എന്ന് എനിക്കറിയില്ല മാധ്യമ പ്രവർത്തനം നടത്താനായിട്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നരേന്ദ്രമോദി മുണ്ട് മടക്കി കുത്തി നേരെ അമേരിക്കയിലോട്ട് ചെന്ന് ഇറങ്ങി വാടാ ട്രംപേ എന്നും പറഞ്ഞ് വിളിച്ച് അയാളെ മറ്റേ കോളറിൽ തൂക്കിയെടുത്ത് രണ്ട് കാരണത്തിന് രണ്ടെണ്ണം പറ്റിച്ചിട്ട് നീ ഇങ്ങനെ പറഞ്ഞുകൂടാന്ന് ചോദിക്കണമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഇത് ഇവർക്കൊന്നും ഒരു സാമാന്യ മര്യാദ ഇല്ലല്ലോ. നമ്മുടെ നാട്ടില് നമ്മളിവിടെ എത്രയോ മനുഷ്യന്മാർ അമേരിക്കയും ട്രംപിനെയും വിമർശിക്കുന്നുണ്ട്, എന്തെല്ലാം പറയുന്നുണ്ട്. ട്രംപിനെ അമേരിക്കയും ഇനി പറയാനൊന്നുമില്ല ഇന്ത്യക്കാര്. ദിവസവും അത് രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട്, മാധ്യമങ്ങൾ പറയുന്നുണ്ട്, ഓൺലൈൻ മീഡിയ പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നുണ്ട്, കമന്റുകളിലൂടെയും വീഡിയോകളിലൂടെയും പല രൂപത്തിൽ ട്രംപിനെയും അമേരിക്കയും ഇവിടെ ഇന്ത്യക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ അമേരിക്ക സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അമേരിക്കയിലുള്ള ഒരു റേഡിയോ ജോക്കിയോ എന്തോ ആണ്, ഒരു റിപ്പബ്ലിക്കൻ അനുകൂലിയായിട്ടുള്ള ഒരുത്തൻ, ഒരു വിവരമില്ലാത്ത ഒരുത്തൻ ഒരു പോസ്റ്റ് അയാളുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിടുന്നു. അതിനകത്ത് അയാൾ ഇന്ത്യയെ നരകമെന്ന് വിളിച്ചു കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ചൈനയെ വിളിച്ചു കാണുമായിരിക്കും, ലോകം മുഴുവൻ നരകമാണെന്ന് അയാൾ പറഞ്ഞു കാണും. ഞാനിതാ പറയണം, അമേരിക്കയാണ് കൊടൂര നരകം, ലോകത്ത് കൊടൂര നരകം. നാളെ ഇനിയിപ്പോ ഇന്ത്യയിലുള്ള ഏതോ എവിടെയോ കിടക്കുന്ന ഒരു ചാനലിലുള്ള ആരോ ഒരാൾ അമേരിക്കൻ നരകം എന്ന് വിളിച്ചതിന് അമേരിക്കൻ പ്രസിഡന്റ് മറുപടി പറയണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും അർത്ഥം അതിനകത്തുണ്ടോ? അതുപോലെയാണ് ഇവിടെ പലരും. ഏതോ ഒരാള്, ഒരു വലതുപക്ഷക്കാരൻ ഇട്ടൊരു പോസ്റ്റ്, 4 or 5 പേജുള്ള ഒരു പോസ്റ്റ് പ്രസിഡന്റ് ട്രംപ് ഷെയർ ചെയ്തതിന് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് റിയാക്ട് ചെയ്യണമെന്ന്. സത്യത്തിൽ ഇന്ത്യക്ക് ഇഗ്നോർ ചെയ്ത് കളയേണ്ട വിഷയങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ അനാവശ്യമായ സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേൽ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും അടിച്ചേൽപ്പിക്കുകയാണ്. ഈ മാധ്യമങ്ങളാണ് സത്യത്തിൽ ഇവിടെ സകല കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. മനുഷ്യർക്കിടയിലുള്ള ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ കടക്കിൽ കത്തിവെക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. മാധ്യമ കമ്പനികളാണ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് ചെയ്യുന്ന പരിപാടിയാണിത്. അല്ലെങ്കിൽ പല മാധ്യമങ്ങളുടെ തലക്കെട്ട് കാണണം, ഇന്ത്യയെ പറഞ്ഞു എന്നുള്ള രീതിയിൽ, ഇന്ത്യ നരകതുല്യമായ രാജ്യം എന്ന് പറയുന്ന തലക്കെട്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ മറ്റേതെങ്കിലും നരകതുല്യമായ സ്ഥലത്തിൽ നിന്നോ ആളുകൾ വരുന്നു എന്ന വാചകമാണ് അയാൾ പറഞ്ഞത്. ഇനി ഇന്ത്യയും ചൈനയും ഉദ്ദേശിച്ചെങ്കിൽ തന്നെ തലക്കെട്ടിൽ ഈ ചൈനയുടെ കാര്യമൊന്നും പറയത്തില്ല, ഇന്ത്യയെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. ഈ വാർത്ത വായിക്കാത്ത, എഴുത്തുമായനെ അറിയാത്ത സോക്കോൾഡ് പ്രബുദ്ധ മലയാളി ഈ തമ്പിനയിലും ടൈറ്റിലും മാത്രം കണ്ടുകൊണ്ട് കമന്റ് ബോക്സിൽ ഗവൺമെന്റിനെതിരായിട്ട് അങ്ങ് ആയി തോന്നിയതൊക്കെ വിളിച്ചു പറയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് പറയാതെ വയ്യ. ഇനി ഇത് അമേരിക്കയുടെ വിഷയമാണ്. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ പലയിടങ്ങളിൽ നിന്നോ ആളുകൾ പോകുന്നുണ്ടാവും, അനധികൃതമായിട്ട് അവിടെ പോയിട്ടില്ലേ? അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ പ്രസവം നടത്തി കുട്ടികൾക്ക് പൗരത്വം എടുത്ത് അതിന്റെ മറയിൽ അവിടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മാഫിയ ഉണ്ടാവാൻ ഈ ലോകത്ത്. അങ്ങനെയുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്ത് അവിടെ കുടിയേറ്റം നടത്തുന്ന ആൾക്കാരുണ്ടാവും. അവരത് സംസാരിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറുന്നത് നമുക്കൊരു പ്രശ്നമല്ലേ എന്ന്? ആണല്ലോ. 2-3 കോടി ബംഗ്ലാദേശികൾ ഈ രാജ്യത്തുണ്ട്. അവരെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 80-90% ഇന്ത്യക്കാരും. ഒരു സംശയം അതിനകത്തില്ല. അപ്പൊ ഈ ബംഗ്ലാദേശികളുടെ കുടിയേറ്റം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഓരോ രാജ്യത്തിനും അങ്ങനെയാണ്. നമ്മുടെ ഡെമോഗ്രഫി ചേഞ്ച് ആവുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചർ മറ്റൊരു രാജ്യത്തിന്റെ കൾച്ചറിലേക്ക് ചേഞ്ച് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പൊ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും ബംഗാളികളും ബീഹാറികളും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തനതായ കൾച്ചറിനെ അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലതരം പ്രശ്നങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവുന്നുണ്ട്, സംഘർഷങ്ങളൊക്കെ. കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ഒരു രാജ്യമായിരുന്നിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏഷ്യയിൽ നിന്നുള്ള കുടിയേറ്റം അമേരിക്കക്കാർക്ക് ഒരു പ്രശ്നമായിരിക്കാം. അത് അവരുടെ ഇന്റേണൽ മാറ്റർ ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് അഭയാർത്ഥികളല്ലല്ലോ അങ്ങോട്ട് പോകുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സാലറിയും ജീവിതവും വേണമെന്ന് പറഞ്ഞുള്ള ആൾക്കാരാണ് പോകുന്നത്. അവർക്ക് അവിടെ അവസരം ഉണ്ടായിട്ടാണ് പോകുന്നത്. അവിടെ ആള് വേണ്ടെങ്കിൽ അവർ തീരുമാനിക്കട്ടെ. അത് അവരുടെ രാജ്യത്ത് നടക്കുന്ന ചർച്ചയാണ്. നമ്മളെ നരകതുല്യമായ രാജ്യമെന്ന് വിളിച്ചാൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. അമേരിക്ക നരകതുല്യമായ രാജ്യമാണ്, ഞാനത് 10 വട്ടം പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞു.
ആർക്കും പറയാം, ഇന്ത്യക്കാരും മുഴുവൻ പോയിട്ട് ട്രംപിനോട് പറയും നിങ്ങളുടെ രാജ്യമാണ് നരകതുല്യമായ രാജ്യം, ഇത് എല്ലാത്തിനും ഗവൺമെന്റ് ഇടപെടണം, എല്ലാത്തിനും ഗവൺമെന്റ് മറുപടി പറയണം എന്നൊക്കെ പറയുന്നത് അനാവശ്യമായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന കാര്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ മേഖലയിൽ ഒതുങ്ങുന്നതല്ല. അല്ലെങ്കിൽ അത് കേവലം അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ട്രംപുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അതൊരു ലോങ് ടേം റിലേഷൻ ആണ്. തൽക്കാലം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നമുക്ക് ആ ബന്ധം ആവശ്യമാണ്, രാജ്യത്തിന്റെ ഗ്രോത്തിന് ആവശ്യമാണ്. ട്രംപ് 50% താരിഫ് ചുമത്തിയപ്പോൾ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പോയി പണി നോക്കടോ ട്രംപേ, നമുക്ക് തന്റെ രാജ്യത്തോട്ട് കയറ്റുമതി ചെയ്യണ്ട, ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിലോട്ട് കയറ്റുമതി ചെയ്തോളാം, പോയി പണി നോക്കടോ എന്ന് ഇവിടെ ആരും പറയുന്നില്ലല്ലോ. നയതന്ത്ര പരാജയം, അമേരിക്ക 50% നികുതി ചുമത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയം. ഇതാ ഇവിടെ കേരളത്തിൽ മീൻ കെട്ടിക്കിടക്കുന്നു, തുണി കെട്ടിക്കിടക്കുന്നു, കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല, അമേരിക്കയിൽ കച്ചവടം നടത്താൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ച് നിലവിളിയായിരുന്നു ഈ മാധ്യമങ്ങളടക്കം. അന്ന് ഇവരാരും പറഞ്ഞില്ല 50% നികുതി അവർ ചുമത്തെങ്കിൽ ചുമത്തട്ടെ, നമുക്ക് അമേരിക്കയുടെ കച്ചവടം വേണ്ട എന്നാരും പറയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ അമേരിക്ക റിലേഷനിൽ ഒരു വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ പറയും അത് നയതന്ത്ര പരാജയമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. മറിച്ച് ഗവൺമെന്റ് ബന്ധത്തെ വഷളാക്കാതിരിക്കാൻ വളരെ പക്വമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അത് ഉടനെ കഴിവുകേടാണെന്ന് പറയും. ഗവൺമെന്റിന് ധൈര്യമില്ല, എപ്സ്റ്റീൻ ഫയല്, മോദിക്ക് പേടി, ഇങ്ങനെയൊക്കെയാണ് ഈ അന്താരാഷ്ട്ര വിഷയങ്ങളെ വിലയിരുത്തുന്നത്. ഒരു സബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ വക്താവ് ജയ്സ്വാളിന് ഓടി വന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ മാധ്യമങ്ങളുടെ മുന്നിൽ? അദ്ദേഹത്തിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ട്രംപ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം പിന്നീട് എന്ന് പറയാനല്ലേ അദ്ദേഹത്തിന് പറ്റുള്ളൂ. ഒരു പ്രതികരണം നടത്തുന്നതിന് മുന്നേ അദ്ദേഹത്തിന് വിദേശകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കണ്ടേ? വിദേശകാര്യ വകുപ്പിന് എന്തിന് പ്രധാനമന്ത്രിയായിട്ട് പോലും ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. കാരണം രണ്ട് വലിയ രാജ്യങ്ങളെ തമ്മിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായി അതിന് സമയമെടുക്കും, പ്രതികരിക്കാൻ ചിലപ്പോൾ 1-2 ദിവസം എടുത്തു എന്നിരിക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണ്. അതേ സമയത്ത് അത് നേരത്തെ പറയാമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തക വന്നെന്ന് പറയാണ് ഇത് കുറച്ച് നേരത്തെ ആകാമായിരുന്നു എന്ന്. ഇവരാണ് നയതന്ത്രവും ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസിയും ഒക്കെ തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാമാന്യ ബോധമില്ലാത്ത ഇത്തരം മനുഷ്യരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.